ലമിൻ യമാൽ നെയ്മർ ജൂനിയറുടെ ബിഗ് ഫാനാണ്. നെയ്മറിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസ്, അതായത് നെയ്മർ ടു ബാഴ്സലോണ, എവിടെ നോക്കിയാലും ആ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. നെയ്മർ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ബാഴ്സയിലേക്ക് തിരിച്ചെത്തുന്നു. നെയ്മർ മാത്രമല്ല, ലയണൽ മെസ്സിയും എത്തുന്നു. ന്യൂസ് ട്രാൻസ്ഫറിൻ്റെ അപ്ഡേഷനിൽ ഇപ്പോൾ ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ നെയ്മറിനെ കാണുന്നത് 5 മാസത്തിന് സാന്റോസിൽ പോയ നെയ്മർ യൂറോപ്പിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് സാന്റോസിൽ പോയത്. 5 മാസത്തിന് ശേഷം നെയ്മർ ബാഴ്സയിലേക്ക് തന്നെ തിരിച്ചെത്തും. എത്ര കണ്ടിത് വാസ്തവമാണ് എന്നറിയില്ല. പല മികച്ച മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെ. അൻസു ഫ്ലിക്കിനോട് ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം കൊടുത്ത മറുപടി, നെയ്മറിന്റെ ട്രാൻസ്ഫർ ന്യൂസുമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, അതെൻ്റെ ജോലിയല്ല, അത് ടീമിൽ താരങ്ങളെ സൈൻ ചെയ്യുന്ന ആളുകളും മറ്റുള്ള മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതാണ്, അതെൻ്റെ ജോലിയല്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിലവിലെ താരങ്ങളെ നിലനിർത്തിയിട്ട് അവരെ മികച്ച രീതിയിലാക്കാനും നിലവിലുള്ള ഗെയിമുകൾ ബെറ്ററാക്കാനും വിജയിക്കാനുമാണ് ശ്രമിക്കുന്നത്. നെയ്മർ എത്തിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസ്ഫറുമായിട്ടും സൈൻ ചെയ്യുന്നതുമായിട്ടുള്ള അപ്ഡേഷനുകളൊന്നും എൻ്റെ ജോലിയല്ല എന്ന് അൻസുഫ്ലിക്ക് പറഞ്ഞു. പക്ഷേ നമുക്ക് യമാൽ നെയ്മർ ടു കോംബോ അത് നമുക്കൊന്ന് കാണാനൊരാഗ്രഹം ഉണ്ടല്ലേ ബാഴ്സയിൽ. കാരണം യമാൽ മികച്ച നെയ്മറിൻ്റെ ഫാനാണ്. നെയ്മറിൻ്റെ അതേ മത്സര ശൈലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മൈൻഡുള്ള ആളാണ് യമാൽ. അവർ തമ്മിൽ ഒരുമിക്കുന്നത് നമ്മൾ ബാഴ്സയിൽ കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ ലയണൽ മെസ്സി ഉൾപ്പെടെ അവർ തിരിച്ച് ബാഴ്സയിലെത്തുമോ, ഒരു ചോദ്യചിഹ്നമാണ്. കാത്തിരിക്കാൻ നമുക്ക്. ലമിൻ യമാൽ അദ്ദേഹത്തിൻ്റെ ഐക്കൺ താരത്തിനൊപ്പം കളിക്കുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റാറ്റസിൽ നിലവിലെത്തി സാന്റോസിൽ തിരിച്ചെത്തിയിട്ട് യൂറോപ്പിലേക്ക് മികച്ച രീതിയിൽ തിരിച്ചു വരുന്നത് ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാമിൻ യമാൽ നെയ്മർ ജൂനിയർ കോംബോ ഏതായാലും കാത്തിരിക്കാൻ നമുക്ക്. അദ്ദേഹം തിരിച്ചെത്തുമോ, ഈ ന്യൂസുകൾക്കൊരു അവസാനം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ അല്ലേ.